മൈ ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ കാണിക്കുന്നത് ഒരു പാത്രത്തിനകത്ത് കുഴിച്ചിട്ടിരിക്കുന്ന മഞ്ഞളാണ്. മഞ്ഞളിപ്പോൾ നന്നായിട്ട് വളർന്നു കയറിയിട്ടുണ്ട്. പുതിയ മുളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണിപ്പോൾ വെച്ച് കഴിഞ്ഞ് വന്ന മുളകളാണിതൊക്കെ. നമ്മൾ ഈ മഞ്ഞൾ വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതിനകത്ത് ഇലകളൊക്കെ ഒരുപാട് ഉണങ്ങും. ഈ ഇല നമ്മൾ സമയാസമയങ്ങളിൽ കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ ചെടിക്കകത്ത് തണ്ടുതുരപ്പൻ പുഴു അതുപോലെ മറ്റ് കീടങ്ങളൊക്കെ വന്ന് ഈ മഞ്ഞളിനെ കളയാൻ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ ഒന്ന് നോക്കി ഇതിൻ്റെ ഈ ഉണങ്ങിയ ഇലകളൊക്കെ ഇതുപോലെ ഒന്ന് എടുത്ത് കളയണം. എല്ലാ ഉണങ്ങിയ ഇലകളും കളഞ്ഞ് ഇനി ഒന്ന് വൃത്തിയാക്കി വെക്കണം. ഇങ്ങനെ വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ നമ്മുടെ ചെടി വേഗം തന്നെ നശിച്ചു പോകും. ഇങ്ങനെ ഒരു കത്രിക എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടി ഇതൊന്ന് വൃത്തിയാക്കിയെടുത്താൽ മതിയാകും. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മണ്ണ് നിറച്ച് കൊടുക്കാം. ഇതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു ഇഞ്ചിയുടെ ചോടാണ് ഈ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ഇതെല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാം ചോട്ടിലുള്ള ഉണങ്ങിയ ഇലകൾ, ചീഞ്ഞ ഇലകൾ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെയും ഇലയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഈ ഉണങ്ങിയ ഇലകളൊക്കെ ഇങ്ങനെ ഒന്ന് നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഇഞ്ചി, മഞ്ഞൾ അതുപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ ആണെങ്കിലും ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ വൃത്തിയാക്കി കൊടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വെറുതെയാകും. നമുക്ക് ആവശ്യമുള്ളതായ ഇഞ്ചി, മഞ്ഞൾ ഇതൊക്കെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.